ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മെയ് 31 മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ നിന്ന് ഒട്ടനേകം സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിൽ 5 മുൻനിര സിനിമകളെ പ്രേക്ഷകരെ അറിയിക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഉണ്ണി മുകുന്ദൻ കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സൂരി നായകനെത്തുന്ന ഗരുഡൻ എന്ന സിനിമയാണ്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ കൂടി നാളെ റിലീസ് ചെയ്യുകയാണ്. നാദിർഷ സംവിധാനം ചെയ്യുന്ന സിനിമ മെയ് 31 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മറ്റൊരു കൊച്ചി കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. ചിത്രത്തോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് മറ്റൊരു മലയാളം സിനിമ കൂടി റിലീസ് ചെയ്യുന്നു. അത് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം പോലൊരു വൻ വിജയത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ധ്യാൻ സിനിമയാണെങ്കിൽ പോലും ഇനിയും ഒരുപാട് പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം തന്നെ അറിയുമോ എന്ന് സംശയിക്കുന്നു. എന്തായാലും ഈ 2 മലയാളം സിനിമകളുടെ ആദ്യ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഏതെങ്കിലും ഒരു സിനിമ ക്ലിക്കാകുമോ എന്നുകൂടി നാം ഉറ്റുനോക്കുന്നു. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട സിനിമ റിലീസ് ചെയ്യുന്നത്. വിശോക് സെൻ നായകനെത്തുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വരികയാണെങ്കിൽ അതറിയാനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. ബോളിവുഡിൽ നിന്നും നാളെ റിലീസ് ചെയ്യുന്നത് മിസ്റ്റർ ആൻഡ് മിസസ് മഹി എന്ന സിനിമയാണ്. ജാൻവി കപൂർ, രാജ്കുമാർ റാവു തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ നാളെ മെയ് 31 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു റൊമാൻറ്റിക് എന്റർടൈനർ സിനിമ കൂടിയാണ്. ചിത്രത്തിന്റെ ആദ്യ പ്രതികരണങ്ങൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇന്ന് വിജയ് സേതുപതി നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ 50ാമത്തെ സിനിമ മഹാരാജ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തും. 2 കാർത്തിക സിനിമകളുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണല്ലോ. അതിലൊന്ന് സൂര്യ ജ്യോതിക കോംബോ നിർമ്മിച്ച് കാർത്തി നായകനെ എത്തുന്ന മെയ് അഴകൻ എന്ന സിനിമയാണ്. ചിത്രം പ്രേംകുമാർ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു സിനിമ വാ വാദിയാർ എന്ന സിനിമയാണ്. സിനിമയുടെയും ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ജപ്പാന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത കാർത്തിക സിനിമയായിരിക്കും വാ വാദിയാർ എന്ന് പ്രതീക്ഷിക്കുന്നു. 2 TRP റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മഴവിൽ മനോരമ ടെലിവിഷൻ ചാനലിൽ ഒരാഴ്ച മുന്നേ ല്ലോ വനിതാ ഫിലിം അവാർഡ്സ് പ്രദർശിപ്പിച്ചത്. 2 ദിവസങ്ങളിലായിട്ട് നടന്ന ആ ടെലിവിഷൻ സംപ്രേഷണത്തിന്റെ TRP പുറത്തു വരുമ്പോൾ ശനിയാഴ്ച ദിവസം 2.82 TRPയും ഞായറാഴ്ച 5.08 TRPയും വനിതാ ഫിലിം അവാർഡ്സ് നേടിയെടുത്തിരിക്കുകയാണ്. ലാലേട്ടന്റെ മലിക്കോട്ടെ വാലിബനും ഏഷ്യാനെറ്റിൽ ഒരാഴ്ച മുന്നേറുന്നല്ലോ ടെലിവിഷൻ സംപ്രേഷണത്തിനായിട്ട് എത്തിയത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ TRP പുറത്തു വരുമ്പോൾ 4.04 TRP സിനിമ ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ നേടിയെടുത്തിരിക്കുകയാണ്. ലിജോ സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനെത്തിയ സിനിമ കൂടിയാണ് മലിക്കോട്ടെ വാലിബൻ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ടാം.